മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കരുണ നമ്മുടെ മഹാലക്ഷ്മിയെ ഇങ്ങനെ വട്ടം കറക്കുകയാണ്. മഹാലക്ഷ്മി കണ്ണന് വേണ്ടി മരുന്നൊക്കെ എടുത്തു വെക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ മരുന്ന് കഴിച്ചിട്ടല്ലേ ഈ കണ്ണൻ അന്ന് ഛർദ്ദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരുണ പറയുകയാണ്. ആ സമയം നമ്മുടെ മഹാലക്ഷ്മിയും കരുണയോട് തിരിച്ചൊക്കെ പറയുന്നുമുണ്ട്. ശേഷം നമ്മുടെ കണ്ണന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കണ്ണൻ ഓഫീസിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഓഫീസിലേക്കില്ല, എനിക്ക് ലേഖയുടെ കൂടെ ഇന്ന് ഷോപ്പിങ്ങിന് പോകണമെന്നൊക്കെ. പിന്നീട് നമ്മുടെ കണ്ണൻ ഓഫീസിലോട്ട് വരുമ്പോൾ നമ്മുടെ സാഗർ അവിടെ കണ്ണനെ കാണാൻ വരികയാണ്. നമ്മുടെ മഹാലക്ഷ്മിക്കെതിരെ ഒരു കള്ളക്കഥ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സാഗർ അവിടെ വരുന്നത്. സാഗർ പറയുന്നുണ്ട്, സാറിനൊരു വിഷമം വരുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. ഒരു ദിവസം മേഡം എന്നെ ക്യാബിനിലോട്ട് വിളിച്ചപ്പോൾ ഞാൻ ചെന്നപ്പോൾ മേഡം എന്നോട് കുറച്ച് മോശം രീതിയിലാണ് പെരുമാറിയത് എന്ന് പറയുന്നുണ്ട്. മോശം രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എന്റെ അനിയത്തി ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ എനിക്കും ഒരു ആഗ്രഹമുണ്ട്, ഒരു അമ്മയാകണമെന്ന്. അത് എന്റെ ഭർത്താവിനെ കൊണ്ട് സാധിക്കൊന്നുമില്ല. അപ്പോൾ സാഗറിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും സാഗറിന്റെ ആ ചേച്ചി വിളിയൊക്കെ കേൾക്കുമ്പോൾ എനിക്കും നിന്നെ ഇഷ്ടമാണടാ എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുകയാണ്. മഹാലക്ഷ്മി ഒരു മോശം പ്രവൃത്തിയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ സാഗറിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ സാഗർ നമ്മുടെ മഹാലക്ഷ്മിയുടെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, മേഡത്തിന്റെ ഉള്ളിലിരിപ്പൊന്നും എന്റെ അടുത്ത് നടപടിയാവില്ല, സാറിന് എനിക്ക് അത്രയ്ക്കും ജീവനാണ്, സാറിന് ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാഗർ അവിടെ ഭയങ്കരമായിട്ട് പുണ്യാളം ചമയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കഥയാണ് സാഗർ നമ്മുടെ മഹാലക്ഷ്മിയെ പറ്റി നമ്മുടെ കണ്ണനോട് പറയുന്നത്. അപ്പോൾ ഈ കഥ കേട്ടതോടെ നമ്മുടെ കണ്ണനാണെങ്കിൽ ആകെ കലിയോടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ എല്ലാം ചെയ്തോളാം എന്നൊക്കെ. അപ്പോൾ തന്നെ നമ്മുടെ സാഗർ പറയുന്നുണ്ട്, ഈ കാര്യം ആരോടും പറയരുത് എന്നൊക്കെ. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ണൻ വെറുക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.